ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിൽ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പോണ്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതായത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഒരു ചട്ടി പോലൊരു സംഭവം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോണ് എത്രത്തോളം വേണമെന്നൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഒരു അളവിന് മേടിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ വൈറ്റ് കളറുള്ള സ്റ്റോണാണ്, നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇത് അല്ലാണ്ട് വരുന്ന ഒരു സ്റ്റോണുണ്ട്, അതും മേടിച്ചിട്ടുണ്ട്. അതും കുറച്ച് മേടിച്ചു. എല്ലാം ഒരു 3 കിലോ വെച്ചിട്ടാണ് മേടിച്ചത്. ഈ ഒരു കളറിൽ വരുന്നതാണ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം, കാരണം നല്ല ചെളിയുണ്ട് ഇതിനകത്ത്. ഇത് നന്നായിട്ട് കഴുകണം. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന നല്ല ഷേപ്പുള്ള സ്റ്റോണാണ് കേട്ടോ. ഇത് ഈ ഒരു 3 പാറക്കല്ല് കേട്ടോ, ചെറിയ, അതുകൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം. അതുപോലെ ഇതൊരു മരത്തിൻ്റെ കമ്പാണ് കേട്ടോ. ഇത് ഇവിടെ ഇരുന്നതാണ്. ഒരെണ്ണം ഞാൻ നേരത്തെ അക്വേറിയം സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാതെ വന്നപ്പോൾ അതിവിടെ ഇരുന്നതാണ്. അതും കൂടി ഇതിനകത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതും കൂടി എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ എല്ലാം കൂടിയിട്ട് 180 രൂപയായിരുന്നു കേട്ടോ. അത്രയും കൂടി മേടിച്ചത്. ഇത് 200 രൂപയാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു, അതായത് ബ്ലൂ കളർ പെയിൻറ്റൊക്കെ ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഒരു വൈറ്റ് വാഷ് മാത്രം ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഉള്ള ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. പുറത്ത് സിമൻറ്റിൻ്റെ അതേ കളർ തന്നെയാണ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. പൊടിയുണ്ട്, അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് വരാം. ഇത് 200 രൂപയായിരുന്നു ഇത് മേടിച്ചപ്പോൾ. ഇതിന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ സ്റ്റോണും കൂടി നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ കളറ് തന്നെ മാറി കേട്ടോ. വെള്ളത്തിലിട്ടപ്പോൾ ഒരു വൈറ്റ് കളറ് വെള്ളമായി. ഇത് ഞാൻ ഇവിടെയാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഇരിപ്പുണ്ട്, എന്നാലും ആ സൈഡിൽ കൂടി വയ്ക്കുവാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ അടിയിൽ നമുക്ക് ഷീറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് വയ്ക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഷീറ്റൊന്നും ഇടുന്നില്ല കേട്ടോ, ഞാൻ അല്ലാതെയാണ് വച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഒരു ലെയർ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം കഴുകിയെടുത്ത സ്റ്റോണ് ഇടാൻ പോകുന്നു. ഇത് ഇച്ചിരി തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. മരത്തിൻ്റെ ഒരു കൊമ്പെടുത്തിട്ടുണ്ട്, അതുകൂടി ഞാനിവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്യാൻ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 3 കല്ലുകൂടെ എടുത്തിട്ടുണ്ട്, അത് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. അതും വെച്ചതിന് ശേഷം നമുക്കിനി വേണമെങ്കിൽ കുറച്ചുകൂടി വൈറ്റ് സ്റ്റോൺ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം എൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു, അത് കുറച്ചധികം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയ പൊടികളുണ്ട്, ആ പൊടിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴുകിയപ്പോൾ പോവാത്ത പൊടികൾ അതും കൂടി ഒന്ന് ഇട്ട്. നമ്മൾ വീട് പണി ചെയ്തപ്പോൾ ഉള്ള ബാലൻസ് ഈ ക്ലാഡിംഗ് സ്റ്റോണുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചെടുക്കാൻ പോകണം. നമ്മൾ മതിലിലും അതുപോലെ തന്നെ വീടിൻ്റെ ഭിത്തിയിലും ഒക്കെ ഒട്ടിച്ചതിന് ശേഷം ബാക്കി വന്നതാണ്. അപ്പോൾ അത് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ, നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോൾ ഇത്രയും സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 സൈസിലാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു സൈസ്, അതുപോലെ തന്നെ ഇതേ കുറച്ചുകൂടി ചെറിയ സൈസ്, ഇങ്ങനെ 2 സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം, കാരണം കുറച്ച് നാളായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വയ്ക്കാം. ഇങ്ങനെ ഞാൻ ഒരെണ്ണം ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആ കമ്പിൻ്റെ ആ ഒരു ശിഖരം കൂടി വെച്ചിട്ട് ഞാനിങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കേട്ടോ, ഇങ്ങനെ തൊട്ട് ബാക്കിലാക്കി വെച്ച് കൊടുക്കും, ഒരു സ്റ്റെപ്പ് പോലെ കേട്ടോ. അങ്ങനെയാണ് ചെയ്യാൻ നോക്കുന്നത്. നോക്കാം നമുക്കായി വരും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് പ്ലാന്റ് കൂടെ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇളക്കി എടുക്കാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല വേരൊക്കെ ആയിട്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് ഞാനിങ്ങനെ വലിച്ചിളക്കുവാണ് കേട്ടോ. വലിച്ചിളക്കിയാലും ഇത് കുഴപ്പമില്ല, ഒന്നും പറ്റത്തില്ല, അതിന് വേറെ ആയി വന്നോളും. ഇതിപ്പോൾ ശരിക്കും പൂത്തൊക്കെ നിൽക്കുക കേട്ടോ.
കട്ട് ചെയ്യാറാവുന്ന ഒരു സമയം. ഇതിൻ്റെ വേരും കൂടി നന്നായിട്ട് കഴുകിയെടുക്കുവാണ്. കാരണം നമ്മളിനി വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കാൻ പോകുന്നത്, മണ്ണ് ഉപയോഗിച്ചല്ല. അത് കാരണം വേരൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട്, ഇത് വാട്ടർ പ്ലാന്റും കൂടിയാണ്, നന്നായിട്ട് ഉണ്ടായിക്കോളും. അപ്പോൾ അത് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുവാണ്. ഇതിനകത്ത് സ്റ്റോണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതവിടെ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വെള്ളവും നിറച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളവും കൂടി ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതേ ഒരു പീസ് ലില്ലിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ കമ്പിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. അവിടെ ഇരുന്നോളൂ, അത് ഫിക്സായി അവിടെ ഇരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയ സ്റ്റോൺ നമ്മൾ നേരത്തെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ, അത് ഈ സ്റ്റോൺ ഫിക്സ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്, അത് ഗമ്മൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് പോലെ ആക്കിയതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. വെച്ച് നോക്കാം, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഇതുപോലെ ഞാൻ ആ സ്റ്റെപ്പ് പോലെ ആക്കിയതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഈ ഒരു പെബിളും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെബിൾസ് കുറച്ചിങ്ങനെ അവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഫില്ല് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പായലൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് വെച്ച് നോക്കാം അതിൻ്റെ ഉള്ളിൽ. അതിവിടെ നല്ല ചൂടുള്ള സ്ഥലമാണ്, അപ്പോൾ എത്രത്തോളം ഇരിക്കുമെന്നറിയില്ല. എന്നാലും ഞാനൊന്ന് വെച്ച് നോക്കാം കേട്ടോ. അതിങ്ങനെ ആ സ്റ്റോൺ അവിടെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ കാണാനായിട്ട് ഭംഗിയുണ്ട്. അത് കാരണം ഞാനിങ്ങനെ കുറച്ച് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പായലൊക്കെ അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ച ഒരു സ്റ്റോൺ എടുത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കൂടി പയ്യെ വെള്ളം താഴേക്കാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുത്തി വീണിട്ട് ആ സ്റ്റോൺ അവിടെ നിന്ന് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ഞാനിങ്ങനെ ചരിച്ചൊഴിച്ച് കൊടുക്കുവാണ്. ഇതുപോലെ ഇവിടെ ഈ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അതിൻ്റെ ഉള്ളിലും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒത്തിരി അധികം ആയി കേട്ടോ. ഞാൻ തോട്ടിൽ നിന്ന് കൊണ്ടിട്ടതാണ്. അതിപ്പോൾ ഒത്തിരി ആയിട്ടുണ്ട്. അത് കുറച്ച് വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നീറ്റാക്കി നമുക്ക് അതിനകത്തും കൂടി കുറച്ചിട്ട് കൊടുക്കാം. ഇതുകൂടി കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇത് പക്ഷേ വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തെളിയാനുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ ഇടുന്നതുകൊണ്ട് ഒന്ന് വെള്ളം തെളിഞ്ഞ് വരണം. വെള്ളം തെളിഞ്ഞ് വന്നതിന് ശേഷം ഫിഷ് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് വീടിനുള്ളിലും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ ഞാൻ പോയ സമയത്ത് ഇത് മേടിക്കാൻ പോയപ്പോൾ വലിയ സൈസൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പുറത്ത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ അകത്ത് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പോട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു കോർണറിൽ ചെറിയ ഒരു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണമാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഗപ്പിയാണ് കേട്ടോ. അപ്പോൾ ഗപ്പി ഞാൻ മേടിച്ചിട്ടില്ല. ഗപ്പി ഇടണം, കാരണം അടുത്ത ദിവസം തന്നെ ഇത് മേടിച്ചിടും. കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലാതെ നമുക്കിങ്ങനെ വെള്ളം മാത്രം ഇട്ടിരിക്കാൻ പറ്റില്ല, കൊതുക് ഉണ്ടാവില്ലേ. അപ്പോൾ അത് കാരണം ഗപ്പി നാളെ തന്നെ മേടിച്ചിടും. ഇന്നിപ്പോൾ പോയപ്പോൾ ഷോപ്പിൽ ഗപ്പി ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് മേടിക്കാതിരുന്നത്. ബാക്കിയുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇച്ചിരി വലിയ സൈസ് ഫിഷുകൾ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാൽ ചിലപ്പോൾ നന്നാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗപ്പി തന്നെ മേടിച്ചിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ഒരു പോട്ടിൽ ഞാൻ ഈ ഒരു പ്ലാന്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ ഈ ഒരു നമ്മൾ നേരത്തെ സ്റ്റെപ്പ് പോലെ ആക്കിയതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മോട്ടറൊക്കെ വെച്ചിട്ട് ഈ വെള്ളം ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറക്കി വിടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഫിഷും ഇട്ട് നമുക്ക് ആ മോട്ടറും കൂടി സെറ്റ് ചെയ്യാം. മോട്ടർ ഞാനിപ്പോൾ മേടിച്ചിട്ടില്ല. മോട്ടർ കൂടി ഞാൻ ഒരു ബുദ്ധനെയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യൂയും കൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു ഇലയ്ക്കിടയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.